ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും VTUയുടെ വിഷൻ ബൈ ടെക്നോളജി അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ AI വീഡിയോസ് നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ അതിനെ പറ്റിയ ഒരു ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക, അതൊക്കെ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ്. നിങ്ങൾ ഈ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ക്രിയേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൽ ഈ അടുത്തായിട്ട് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ കൊടുത്തതൊക്കെ വിഷ്വലായിട്ടുള്ള വീഡിയോ, പിന്നെ ഇംഗ്ലീഷിലുള്ള വീഡിയോ, അങ്ങനത്തെ ഒക്കെ കിട്ടും. പക്ഷേ മലയാളം ഡയലോഗുള്ള അങ്ങനത്തെ വീഡിയോസ് കിട്ടണമെന്നില്ല. മലയാളം ഡയലോഗ്സ് കൂടിയുള്ള. അപ്പോൾ അതിൽ നമ്മൾ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാൻ റെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് കൊടുക്കാം. ഒരു വീഡിയോ ക്രിയേറ്റ് കാണിച്ചു തരാം. ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജനറേറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. Generating image. Add button. Your image. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ യൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജ് സേവ് ചെയ്യാം. നമുക്ക് ആവശ്യം അതല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന സംഭവം, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ജനറേറ്റ് ആവുന്നുണ്ട്. ഇതിൽ 8 സെക്കൻഡുള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നീ ട്രീറ്റ് പറഞ്ഞല്ലേ? അതെ, പക്ഷെ പേഴ്സ് വീട്ടിലാണ്. ഫോൺ ഉണ്ടല്ലോ, ജിപേ ചെയ്യും. അയ്യോ, നെറ്റ്വർക്ക് പോയി. ഇന്ന് നീ ട്രീറ്റ് പറഞ്ഞല്ലേ? അതെ, പക്ഷെ പേഴ്സ് വീട്ടിലാണ്. ഫോൺ ഉണ്ടല്ലോ, ജിപേ ചെയ്യും. അയ്യോ, നെറ്റ്വർക്ക് പോയി. ഇത് സേവ് ചെയ്യണമെങ്കിൽ ഇന്ന് നീ ട്രീറ്റ് പറഞ്ഞല്ലേ? അതെ, പക്ഷെ പേഴ്സ് യൂസ് വീഡിയോ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അയ്യോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ്. സേവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറിയിൽ പോയി ഗാലറിയിൽ ആ വീഡിയോ സേവ് ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ കുറിച്ചെടുത്തിട്ട്, അതായത് ഇവിടെ ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് 3 ഇൻഗ്രീഡിയൻറ്റ് എന്ന സംഭവമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 3 ഫോട്ടോസ് വരെ കൊടുക്കാം. എന്നിട്ട് അത് വെച്ച് വേണമെങ്കിൽ പ്രോംപ്റ്റ് കൂടെ കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, എഡിറ്റ് വിത്ത് AI. അതും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇത് എഡിറ്റ് വിത്ത് AI എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതിൻ്റെ എഡിറ്റ് ചെയ്യും. അതായത് ഇതിലിപ്പോൾ 3 ഓപ്ഷനുള്ളത്: ക്യാപ്ഷൻ, മ്യൂസിക്, വോയിസ് ഓവർ, AI സ്പീച്ച്. അത് ഇംഗ്ലീഷിലേക്കും. അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓൺ ഓഫ് ഒക്കെ ചെയ്യാം. അപ്പോൾ അത് ഏതെന്നെ മ്യൂസിക്കും എല്ലാം ആഡ് ചെയ്ത് തരും. അപ്പോൾ അത് ഇപ്പോൾ കാണിക്കുന്നില്ല, ചെയ്ത് നോക്കിയാൽ വീഡിയോ ലോങ് ആവും. അപ്പോൾ ഇത്രയും
സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഈ വീഡിയോ ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നിങ്ങൾക്ക് വീഡിയോ കുറച്ചുകൂടി വലിയ വീഡിയോ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മെർജ് ചെയ്താൽ മതി. ഇപ്പം മെർജ് ചെയ്യാൻ പറ്റിയ ഞാൻ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷനൊക്കെ പറഞ്ഞുതരാം. ആക്സബിളാണ്, സ്മാർട്ട് വീഡിയോ എഡിറ്റർ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ വീഡിയോസ് നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ മെർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്മാർട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്പും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.